അങ്ങനെ നമ്മുടെ വൈജ ബബിതോടും കൃഷ്ണമോളോടും ദേഷ്യപ്പെടുന്നുണ്ട്. അവൾ അടുക്കളയിൽ സഹായിക്കാത്തതുകൊണ്ട്. എന്തായാലും നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മ തന്നെയല്ലേ പറഞ്ഞ് ഞങ്ങളോട് അടുക്കളയിലേക്ക് വരണ്ടാന്ന്. അമ്മ വരുവോളം ഞങ്ങൾ തന്നെയല്ലേ അടുക്കളയിലത്തെ പണികൾ മുഴുവനും ചെയ്തിരുന്നത്. ഞാനും ബബിതയേച്ചും രോഹിയേട്ടനും ഒക്കെ കൂടി. ഇപ്പം അമ്മ തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം അമ്മ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം എന്ന് പറയുന്നത്. ആ സമയത്ത് ബബിത പറയുന്നത്, എന്തായാലും ഞാൻ അടുക്കളയിലേക്ക് സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബബിത നമ്മുടെ വൈജയോടൊപ്പം അടുക്കളയിലേക്ക് സഹായിക്കാൻ പോകുന്നുണ്ട്. ഓരോ പണികൾ ചെയ്യുന്ന ഇടയിൽ നമ്മുടെ ബബിത വൈജയോട് പറയുന്നുണ്ട്, അമ്മ ഞങ്ങളോടൊക്കെ മര്യാദയ്ക്ക് പെരുമാറിയ ഞങ്ങളും അമ്മോട് മര്യാദയ്ക്ക് പെരുമാറുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരോട് ഇത്രയൊക്കെ മര്യാദ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബബിത പറയുന്നുണ്ട്, ഓ അതുകൊണ്ടായിരിക്കും അമ്മ അച്ഛനും മര്യാദ കൊടുക്കാത്തതില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മ അച്ഛനോട് ഇങ്ങനെ പെരുമാറുന്നതും വർത്താനം പറയണതേ ഞാൻ കേട്ടിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വൈജയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഉണ്ടായല്ലോ അങ്ങനെ ഒരു 4 എണ്ണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബബിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് 4 ആളെ എവിടെ, ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും കൃഷ്ണമോളാണെങ്കിൽ ആകെ പേടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജയ്ക്കാണെങ്കിലും ആകെ എന്തോ വായിന്ന് പോരും ചെയ്ത് നിന്നിട്ട് ഇനി ഇപ്പം എന്താ ചെയ്യുക അബദ്ധം എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബബിത വീണ്ടും വൈജയോട് ചോദിക്കുന്നുണ്ട്, ഓ അമ്മ ഞങ്ങളറിയാതെ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ വൈജയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് ബബിത അടിക്കാനൊക്കെ ഓടുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ സ്റ്റാൻലി ദേഷ്യം മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് അച്ചാന്ന് വിളിച്ചത് അദ്ദേഹത്തിന്, ആദ്യമായിട്ട് അച്ചാന്ന് വിളിച്ചോളം എനിക്ക് സമ്മതം തന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി, ഞാൻ ഒരുപാട് കരഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട് നമ്മുടെ അലീനോട്, ഞാൻ അത്ര പോരാ അല്ലേ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് വല്ലാത്ത വിഷമമുണ്ട്, സ്വന്തം പപ്പ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും നാളെ തന്നെ നമ്മുടെ സ്റ്റാൻലി അലീനയിലേക്ക് കീഴടങ്ങും, രണ്ടാളും കോംപ്രമൈസിലേക്ക് എത്തും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.